ഹായ് മക്കളെ, ഈ ചോദ്യം നമുക്ക് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം. ശ്രദ്ധിക്കൂ. അതായത് ഇത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ശരിക്കും സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, അതോടൊപ്പം തന്നെ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, കോസ് ഓഫ് എക്സ് മൈനസ് വൈ പോലെയുള്ള ആ റിസൾട്ടുകൾ നമുക്കറിയണം. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. കണ്ടോ, ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ, ഈ പറയുന്ന റിസൾട്ടുകൾ നമുക്ക് നിർബന്ധമായും ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണം. അത് മാത്രമല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു റിസൾട്ട് ഉണ്ട്, കോസ് തീറ്റ ഇൻറ്റു കോസ് 60 മൈനസ് തീറ്റ ഇൻറ്റു കോസ് 60 പ്ലസ് തീറ്റ. കണ്ടോ, എന്ന് പറയുന്നത് കോസ് 3 തീറ്റ ബൈ 4 ആണ് എന്ന് നമുക്കറിയാം. ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഈ പറയുന്ന റിസൾട്ടുകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്കൊന്ന് നോക്കാം. അത് മാത്രമല്ല, ട്രിഗണോമെട്രിക് വാല്യൂസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ ന്യൂമറേറ്ററിനെ സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് ന്യൂമറേറ്ററിനെ എടുക്കാം. ഇതാ നോക്കിയേ, √3 ആ കൊസീക്ക് 20യെ ഞാൻ ഡിവൈഡഡ് ബൈ സൈൻ 20 ഡിഗ്രി എന്ന് എഴുതി, മൈനസ് ഇത് 1 ബൈ കോസ് 20 ഡിഗ്രി എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ √3 കോസ് 20 ഡിഗ്രി മൈനസ് സൈൻ 20 ഡിഗ്രി ഡിവൈഡഡ് ബൈ നമുക്ക് താഴെ സൈൻ 20 ഡിഗ്രി കോസ് 20 ഡിഗ്രി എന്ന് എടുക്കാം. റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത്, മുകളിൽ ഒരു 2 കോമൺ എടുക്കുന്നു. ഒരു 2 കോമൺ എടുക്കുമ്പോൾ ഒരു 2 ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ടേ? ആ 2 ഞാൻ ഇവിടെ ഓരോ ടേമിലേക്ക് ഡിവൈഡ് ചെയ്യുന്നു. 3/2 കോസ് 20 ഡിഗ്രി മൈനസ് ഇവിടെയും 2 ഡിവൈഡ് ചെയ്യുന്നു, 1/2 അപ്പൊ സൈൻ 20 ഡിഗ്രി ദ ഹോൾ ഡിവൈഡഡ് ബൈ. കണ്ടോ, ഞാൻ ഇവിടെ ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ? അപ്പൊ ഇത് ഇൻറ്റു 2 സൈൻ 20 ഡിഗ്രി കോസ് 20 ഡിഗ്രി എന്നാവും. ദാറ്റ് ഈക്വൽ ടു ഇതിന്റെ വാല്യൂ എന്തായിട്ട് മാറും നോക്കൂ, 2 ഇൻറ്റു ഇത് കോസ്, അല്ല നമുക്കൊരു കാര്യം ചെയ്യാം, സൈനിൽ തന്നെ എഴുതാം. ഇത് സൈൻ 60 ഡിഗ്രി ഇൻറ്റു കോസ് 20 ഡിഗ്രി മൈനസ് 1/2 എന്ന് പറയുന്നത് കോസ് 60 ഡിഗ്രി ആണ് ഇൻറ്റു സൈൻ 20 ഡിഗ്രി ദ ഹോൾ ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു സൈൻ 40 ഡിഗ്രി എന്ന് പറയും. അതായത് 2 സൈൻ തീറ്റ കോസ് തീറ്റ. നമുക്കിവിടെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് സൈൻ 2 തീറ്റ എന്നാണ്. ആ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഡിനോമിനേറ്റർ എന്തായിട്ട് മാറിയത്, സൈൻ 40 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ നോക്കൂ, ഈ 1/2 അങ്ങ് മുകളിലേക്ക് പോയിട്ട് ആ 2 അങ്ങ് ന്യൂമറേറ്ററിലേക്ക് പോയിട്ട് 4 സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ആ റിസൾട്ട് കൂടെ നമുക്ക് എഴുതാം. സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ അതിന്റെ വില സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്നാണ്. അപ്പൊ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക ഇവിടെ സൈൻ ഓഫ് 60 മൈനസ് 20. 60 മൈനസ് 20 എന്ന് പറയുന്നത് സൈൻ 40 ആണ്. ഈ സൈൻ 40 അങ്ങ് പോയിട്ട് ആൻസർ നമുക്ക് എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിന്റെ വില 4 എന്നാണ് കിട്ടിയത്. അപ്പൊ ന്യൂമറേറ്ററിന്റെ വാല്യൂ, ഈ തന്നിരിക്കുന്ന ന്യൂമറേറ്ററിന്റെ വാല്യൂ 4 ആയി. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിലേക്ക് വരാം. ഡിനോമിനേറ്റർ എടുക്കുന്ന സമയത്ത് ഡിനോമിനേറ്ററിന്റെ കൺസെപ്റ്റ് പറയുന്നത് കോസ് തീറ്റ ഇൻറ്റു കോസ് 60 മൈനസ് തീറ്റ ഇൻറ്റു കോസ് 60 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ വില നമുക്കറിയാം കോസ് 3 തീറ്റ ഡിവൈഡഡ് ബൈ 4 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോസ് 60നെ ഞാൻ ഇനി മാറ്റി വെച്ചു. കോസ് 60 അവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ള വില കോസ് 20 ഡിഗ്രി, അടുത്തത് കോസ് 60 മൈനസ് 20 ഡിഗ്രി, കോസ് 40 കോസ് 60 മൈനസ് 20 ആയി. അടുത്ത കോസ് 80 എന്ന് പറയുന്നത് കോസ് 60 പ്ലസ് 20 ഡിഗ്രി ആയി. കണ്ടോ, അങ്ങനെയാണെങ്കിൽ കോസ് 60യുടെ വില എന്ന് പറയുന്നത് നമുക്കറിയാം 1/2 ആണ്. 1/2 ഇൻറ്റു ഇവിടെ നമുക്ക് കോസ് 3 തീറ്റ 3 ഇൻറ്റു 20 3 തീറ്റ ബൈ 4 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 ഇൻറ്റു കോസ് 60 വീണ്ടും 1/2 ആവും.
അപ്പൊ അത് 1/16 എന്ന് വില കിട്ടും. അപ്പൊ ഡിനോമിനേറ്റർ 1/16 ആവും. അങ്ങനെയാണെങ്കിൽ ആൻസർ നോക്കിയേ 4 ഡിവൈഡഡ് ബൈ 1/16 എന്ന് പറയുമ്പോൾ 4 into 16 ആൻസർ 64 ആണ്. ആൻസർ ഈസ് 64. റെഡി അല്ലേ?